നീ വെള്ളോട്ട് ഇറങ്ങി വരുന്നോ ഞാൻ അകത്തോട്ട് കയറി വരണം. മലയെ കവറക്കടി. ഇത് എത്രാമത്തെ തവണ ചേച്ചി ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങുന്നത്? എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. ചേച്ചി ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ തന്നെ. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടില്ല. നിങ്ങളുടെ ദാരിദ്ര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ അരി മേടിക്കണ്ടേ? ദേ നിന്റെ പൈസ ഇട്ടാ അവിടെ പോയി പ്രശ്നമില്ല അവിടെ. ചേട്ടാ, എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. ഇത്രയും നാളും ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാം അടച്ചില്ലേ? ഇതിപ്പോ ചേട്ടന് ദുബായ് വെച്ച് നെഞ്ചുവേദന വന്നിട്ടല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ എന്തേലും തന്നേ പറ്റൂ. കുറച്ച് സമയം കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കാനാ? ഈ വീട് വിറ്റിട്ടാലും ഞങ്ങൾ ഞങ്ങളുടെ പൈസ ഇടണം കേട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത് ചേട്ടൻ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാ. ഇതും കൂടെ വിറ്റ ഞാൻ പുള്ളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. അല്ലേ പിന്നെ കാഞ്ച ഞങ്ങൾ ഇവിടെ കൂടാം. ചേച്ചി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെന്നാ മതി. ആ പലിശയെങ്കിലും ഒന്ന് മുതലാവട്ടെ. ഇല്ലടാ. വിനോദ് സാറിന്റെ വീടല്ലേ? അതെ. വിനോദ് സാർ ഒരു ടൈം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നോമിനി നിങ്ങളാ. 2 കോടി രൂപ പാസ്സായിട്ടുണ്ട്. എന്താ ചേട്ടൻ ഇതിനൊക്കെ എങ്ങനെ എടുത്തു? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മാസം വെറും 600-700 രൂപ കൊടുത്ത് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന ടൈം പ്ലാന്. നിങ്ങൾക്ക് ആ ബയോയിലെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഇത് ഗൾഫിൽ നിന്ന് എടുത്തു വെച്ചതാണോ? അല്ല, നമുക്കിത് നാട്ടിൽ നിന്ന് തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന പ്ലാന്. നമുക്കതിൽ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ബയോയിലെ ആ ലിങ്കിലൂടെ പുള്ളി ഓൺലൈൻ വഴി ചെയ്തത്. പ്രവാസിയായതുകൊണ്ട് വളരെ ചിലവ് കുറവിലാണ് ഇതെടുത്തത്. ആണോ? ഇപ്പൊ ഇറങ്ങിക്കോണേ എന്റെ വീട്ടിൽ നിന്ന്. എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി 2 കോടി രൂപ കരുതി വെച്ചിട്ടാ പോയത്. നിന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും. അവർക്ക് വേണേ ഇതുപോലെ ഒരെണ്ണം എടുത്ത് വെച്ചോ. ഇല്ല നിന്നെ പോലെ ഉള്ളവന്മാര് വീട്ടിൽ കയറി നിറങ്ങും. എണീറ്റോ ഇല്ല ഇവള് നമ്മളെ തിന്നും.